ആദ്യം തന്നെ നമുക്ക് വിഷൻ ബോർഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഗ്രാബ് എ കപ്പ് ഓഫ് കോഫി ആൻഡ് എ നോട്ട്ബുക്ക് സോ ദാറ്റ് യു ക്യാൻ നോട്ട് ഡൗൺ എവറിത്തിങ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് എൻ്റെ വിഷൻ ബോർഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് ഞാൻ കുറേ നാളുകളായിട്ട് അറൗണ്ട് ഒരു 4 years ആയിട്ട് ചെയ്തു വരുന്ന കാര്യമാണ്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഡോബ് ഇല്ലസ്ട്രേറ്ററിലാണ്. ഇഷ്ടമുള്ള പിക്ചേഴ്സൊക്കെ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിനെ നമുക്ക് എൻ്റെ ബുക്കിൻ്റെ സൈസിലാണ് ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോണിൽ കൊലാജ് പോലെ ചെയ്യാം, അതർവൈസ് യു ക്യാൻ ജസ്റ്റ് ഡു ഇറ്റ് ഇൻ എ വേർഡ് ഡോക്യുമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യണം കേട്ടോ ഫോട്ടോസ്. അതായത് നമുക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ നിങ്ങൾക്ക് എങ്ങനെയാണോ കാണേണ്ടത് അങ്ങനെയുള്ള രീതിയിൽ വേണം കട്ട് പേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ലാസ്റ്റത്തെ ഇയറിൽ, അതായത് 2024 പല കാര്യങ്ങളും നടന്നില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം നമ്മൾ ഇത് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വർക്കാവും അങ്ങനെയല്ല. നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ അതിനൊരു ബിലീഫ് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നമുക്കതിനുള്ള എന്തെങ്കിലും ആക്ഷൻസ് നമ്മൾ ചെയ്യണം. അതാണ് കാര്യം. ഇത് നമുക്കൊരു മോട്ടിവേഷൻ എലമെൻ്റ് ആണ്. യെസ്, ഇറ്റ് ഈസ് എ ബിറ്റ് മാജിക്കൽ ഓൾസോ, പക്ഷേ എപ്പോഴും അങ്ങനെയല്ല. അപ്പം ഞാനതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എനിക്കിതായത് അറൗണ്ട് ഒരു 50 റുപ്പീസാണ് 2 ഫോട്ടോസായിട്ട് പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ അത് കട്ട് ഔട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ എൻ്റെ പ്ലാനർ ഇതാണ്. ഇതെനിക്കൊരു 500-ൻ്റെ താഴെയാണ് ഇതെനിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഈ പ്ലാനർ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളൊരു മെനു കാർഡ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ് റിയലി ഇൻട്രസ്റ്റിംഗ്. കാരണം നമുക്ക് ചില സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞാൻ എല്ലാ വർഷവും ഭയങ്കര ഫാൻസി ആയിട്ടുള്ള പ്ലാനേഴ്സാണ് വാങ്ങാറ്. ഇപ്രാവശ്യം എനിക്ക് തോന്നി ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള, വളരെ മിനിമൽ ആയിട്ടുള്ള ഒരെണ്ണം വാങ്ങാമെന്നുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. അപ്പോൾ നമ്മുടെ വിഷൻ ബോർഡിൽ ഒട്ടിക്കാനുള്ള എല്ലാ പിക്ചേഴ്സും ഫസ്റ്റ് തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ്. നിങ്ങളൊരു വലിയ വിഷൻ ബോർഡാണ് ചെയ്യണതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ് ഫ്രണ്ട് പേജിന് ലൈക്ക് എൻ്റെ പേരും കാര്യങ്ങളൊക്കെ എഴുതുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാനർ വന്നിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ ഒരു 1000 റുപ്പീസിൻ്റെ ഒക്കെ പ്ലാനർ മേടിക്കുമ്പോൾ കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ടാവും. കാരണം ലാസ്റ്റ് ടൈം ഞാൻ വാങ്ങിയ പ്ലാനർ ഭയങ്കര ഫാൻസി ആയിരുന്നു, പക്ഷെ ഞാനത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചില്ല. സോ ഇപ്രാവശ്യം ഞാൻ വളരെ എല്ലായിടത്തും കൊണ്ട് നടക്കാനുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വിഷൻ ബോർഡിൽ ഞാൻ മെയിനായിട്ട് ഈ വർഷത്തെ എൻ്റെ ഒരു ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത് ബിലീവ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഒരു സംഭവം എഴുതി വെച്ചാൽ നല്ലതാണ്. അപ്പോൾ ഞാൻ അടുത്തത് മന്ത്ലി പ്ലാനിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ജാൻ, ഫെബ്, മാർച്ച് അങ്ങനെ എല്ലാ മന്ത്സും ഇതൊരു കസ്റ്റമൈസ് എന്ന് പറയുന്നത് ഒരു ഓവറോൾ എന്താ പറയുക. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് എല്ലാ മന്തും ഉള്ളത് എഴുതുകയാണ്. അപ്പോൾ ഇതൊരു അൺഡേറ്റഡ് ആൻഡ് ലൈക്ക് നത്തിങ് പ്ലാൻ സോർട്ട് ഓഫ് പ്ലാനറാണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി കസ്റ്റമൈസ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ മന്തിൻ്റെയും ഡിവൈഡ് ചെയ്തു. അതിനുശേഷം ഇത് വീക്ക്ലി ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇത് ജാനുവരിയുടെ സ്റ്റാർട്ടിംഗ് ആണ്. സോ ഐ എം റൈറ്റിംഗ് എക്സ്പെൻസസ് ആൻഡ് സേവിങ്സ് വിച്ച് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി വീക്കാണ്. ഇതിപ്പോൾ ഒരു വീക്കിൻ്റെ ഏരിയ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീക്ക് 1 എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് എഴുതാം. അങ്ങനെ ജാനുവരിയിലത്തെ എല്ലാ വീക്കിനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് എഴുതാം. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് എഴുതുന്നില്ല. ആൻഡ് ഓൾസോ ഇനി ഞാൻ നോക്കുന്നത് എവിടെയാണ് അത് എൻഡ് ചെയ്യണത്. ഇത് വന്നിട്ടൊരു ഹാബിറ്റ് ട്രാക്കറാണ്. ഇത് എന്താ സംഭവം എന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഓൾസോ ഇവിടെ വേറൊരു എക്സ്പെൻസ് ട്രാക്കറും ഉണ്ട്. നിങ്ങൾക്കത് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഐ ഫെൽറ്റ് ഇറ്റ് ലൈക്ക് റിയലി സ്മോൾ, സോ ഐ തോട്ട് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ വേറെ എന്തൊക്കെയോ കുറേ സംഭവങ്ങൾ അതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാതൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ആൻഡ് അടുത്തൊരു ഏരിയ വന്നിട്ട് നിങ്ങൾക്ക് പാസ്വേഡ്സും കൂടി എഴുതി വെക്കാനൊരു സ്ഥലമുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞാൻ എഴുതുന്ന ലെറ്റർ ടു മൈ ഫ്യൂച്ചർ സെൽഫ്. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. 2025 തുടങ്ങുന്നതിന് മുന്നേ 2025 എൻ്റെ ലൈഫ് എങ്ങനെയാവും എന്നുള്ളത് ഞാൻ എന്നോട് തന്നെ പറയുകയാണ്. സോ ഇതൊരു നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യുന്നൊരു പ്രാക്ടീസാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ മാനിഫെസ്റ്റേഷൻ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇറ്റ് ഈസ് എ വെരി ക്രൂഷ്യൽ സ്റ്റെപ്പ് കൈൻഡ് ഓഫ്. കാരണം നമുക്കതൊരു മോട്ടിവേഷൻ തരുന്ന ഒരു എലമെൻറ്റാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര സംഭവമായിട്ട് എഴുതണം എന്നൊന്നല്ല, നിങ്ങൾക്ക് എന്താണോ കണ്ടത്. ഇതാണ് നമ്മുടെ ഹാബിറ്റ് ട്രാക്കർ. അപ്പോൾ ഇതിൻ്റെ കൂടെ വരുന്ന ഷീറ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ദ ഫൺ സ്റ്റെപ്പ് വിഷൻ ബോർഡ്. അപ്പോൾ ലെറ്റ് യുവർ ഡ്രീംസ് ബ്ലോസം എന്നുള്ള സ്റ്റിക്കറാണ് ഞാൻ ആദ്യം തന്നെ ചെയ്തത്. പിന്നെ ഞാൻ എല്ലാം കൂടെ അലൈൻ ചെയ്ത് വെക്കണം. എല്ലാം നിങ്ങളെ കാണിക്കുന്നില്ല, കാരണം എല്ലാം ഒരു സീക്രസി ഉണ്ടാവില്ല. അപ്പോൾ അതായിരുന്നു നമ്മുടെ പ്ലാനിങ്. ഓക്കെ, സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇത് എല്ലാവർക്കും പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്കറിയില്ല. കാരണം പലവരും ചെയ്യാണ്ടിരിക്കും പ്ലാനിങ്. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം ചെയ്തു. ആൻഡ് ഐ ഹാഡ് ടു ഷെയർ ഇറ്റ് വിത്ത് യു.
അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വന്നിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആൻഡ് ഓൾസോ ഞാൻ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള പല പ്ലാനേഴ്സിൻ്റെ ലിങ്കുകളും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ഓൾസോ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യുക. I'll back with another video very very soon. Till then, this is me Shilpa signing off, and bye bye. Take care. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go. Go, go.